പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനുമൊക്കെ ആയിട്ടുള്ള അടുത്ത ബന്ധം എന്ന് പറയുമ്പോൾ ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ 3 പേരാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് SIT കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് പങ്ക് പറ്റിയിട്ടുണ്ടോ എന്നതിൻ്റെയൊക്കെ കൂടി വിശദാംശങ്ങൾ ഇപ്പോൾ SITക്ക് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് തന്ത്രി പങ്കിയിട്ടുണ്ടോ, ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗം തന്ത്രി ആയിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. അനുജ പറഞ്ഞതുപോലെ ഈ പങ്ക് പറ്റിയിട്ടുണ്ടോ? സ്വാഭാവികമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം അത് വലിയ ദീർഘകാലത്തെ ബന്ധമാണ്. 2004 മുതലുള്ള ബന്ധമാണ് എന്നാണ് SITക്ക് ലഭിച്ച മൊഴി. 2004 മുതൽ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. സ്വാഭാവികമായി നിരവധി സ്പോൺസർഷിപ്പ് ഇടപാടുകളിലെല്ലാം തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ഇടപെടൽ അത് നിർണായകമാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പണമിടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണ കൊള്ളയിൽ ഏതെല്ലാം രീതിയിലുള്ള പങ്ക് പറ്റിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അറിയേണ്ടതാണ്, ഇനി പുറത്തു വരേണ്ടതാണ്. എന്തായാലും നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം അതിന് സമാനമായി ഒരു പാലമാവുക അല്ലെങ്കിൽ അതിനൊരു കാരണമാകുന്നത് തന്ത്രി തന്നെയാണ്. അത് തുടക്കം മുതൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മൊഴികളും പുറത്തു വന്നിരുന്നു. തന്ത്രിയുടെ ബന്ധം തന്നെയായിരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നപ്പോൾ ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിന്റെ പൂജാരിയായിരുന്ന ഘട്ടത്തിൽ ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയായിരുന്നു ഈ കണ്ഠരര് രാജീവർ. ആ ക്ഷേത്രത്തിന്റെയും തന്ത്രിയായിരുന്നു. അതായത് ശബരിമലയിൽ മാത്രമായിരുന്നില്ല ആ ബന്ധം നീണ്ടുപോയത്. അത്തരത്തിൽ ദീർഘകാലത്തെ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിയുമായും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ സ്പോൺസർഷിപ്പുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ശബരിമല ഭക്തരിൽ നിന്ന് പണം സ്വീകരിച്ച് ഇവിടെ ശബരിമല ക്ഷേത്രത്തിനു വേണ്ടിയുള്ള സ്പോൺസർഷിപ്പുകൾ നടത്തുന്നു എന്ന പേരിൽ പല രീതിയിലുള്ള സ്പോൺസർഷിപ്പുകൾ കേരളത്തിൽ പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം ചില ദുരൂഹമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് SITയുടെ പ്രാഥമികമായ വിവരം. അത് ബാങ്ക് രേഖകളടക്കം പരിശോധിച്ച ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട് ബാങ്ക് രേഖകളടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഇത്തരമൊരു ഘട്ടത്തിലേക്ക് എന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന മുറിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഉടൻ തന്നെ ഒരു ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി കണ്ഠരര് രാജീവരെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കൊല്ലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യുക എന്നുള്ള ആവശ്യം തന്നെയായിരിക്കും SIT സംഘം മുന്നോട്ട് വയ്ക്കാൻ സാധ്യത. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഒരു പരിധിവരെ അവസാനിച്ചിരിക്കുന്നു. 3 മണിയോടുകൂടിയാണ് തന്ത്രിയെ ഇവിടെ ഈ SIT സംഘത്തിന്റെ ഓഫീസിൽ എത്തിക്കുന്നത്. നേരത്തെ തന്നെ SIT സംഘത്തിന്റെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് 3 മണിയോടുകൂടി SIT സംഘത്തിന്റെ ഈഞ്ചക്കലുള്ള ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഏകദേശം 1.5 മണിക്കൂറായി ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. എന്തായാലും അടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ തന്ത്രി കണ്ഠരര് രാജീവരെ ഇവിടെ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ ഇവിടെ നേരെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്കും കൊണ്ടുപോകാൻ സാധ്യത. എന്തായാലും ആ നടപടിക്രമങ്ങളിലേക്ക്, അതായത് ഔദ്യോഗികമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടെല്ലാം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളായിരിക്കും ഈ ഘട്ടങ്ങളിലെല്ലാം നടത്തിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ, നേരത്തെ രഹസ്യ കേന്ദ്രത്തിൽ തുടർന്ന ചോദ്യം ചെയ്യൽ, ഇപ്പോൾ SIT സംഘത്തിന്റെ ആസ്ഥാനത്ത് നടത്തിയിരുന്ന ചോദ്യം ചെയ്യൽ, അതിന്റെ ഒരു അവസാനം അല്ലെങ്കിൽ ഒരു ഘട്ടം അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കുന്നത്. അനുജ, എന്തായാലും ഈ പറഞ്ഞു വന്നതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ കൊള്ളയിൽ തന്ത്രിക്ക് ആ സ്വർണ്ണ കൊള്ളയിലെ പങ്ക് എത്രത്തോളം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ് നിർണായകം. അതുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ. പങ്കജ് ഭണ്ഡാരിയാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും തന്ത്രിക്കുമായി ബന്ധമുണ്ടെന്ന വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ കൃത്യമായി തെളിവില്ലാതെ തന്ത്രി അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് SITക്ക് കടക്കാനാകില്ല. SITക്ക് തന്ത്രി എന്ന് പറയുമ്പോൾ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ടും വിശ്വാസികൾക്കിടയിലും ഒരുപക്ഷെ ദൈവതുല്യരായി കാണുന്ന ആളുകൾ, ഈ തന്ത്രിയെ ദൈവതുല്യരായി കാണുന്ന ആളുകളുണ്ട്, വിശ്വാസികളുണ്ട്. അവരുടെ മുന്നിൽ ഇത്തരമൊരു അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ SITക്ക് മുന്നിൽ വേണം. ആ SITക്ക് മുന്നിൽ ആ കൃത്യമായ തെളിവുകൾ ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാവിലെ മുതലുള്ള ചോദ്യം ചെയ്യൽ, രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങി അതിനുശേഷം ഉച്ചയോടുകൂടി അറസ്റ്റ് എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള കാരണവും അത് തന്നെയാണ്. എന്തായാലും
നിർണായകമായ നടപടിക്രമങ്ങളാണ് ഇനി ഉള്ളത്. ഇനി നേരെ കോടതിയിലേക്കാണ്. വിജിലൻസ് കോടതിയിലേക്ക് പോകുന്നു. വിജിലൻസ് കോടതിയിൽ പോകുമ്പോൾ വിജിലൻസ് ഈ അഴിമതി നിരോധന നിയമപ്രകാരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റക്കാരൻ കൂടിയാണ് കണ്ഠരര് രാജീവര്. കാരണം അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ശമ്പളം കൈപ്പറ്റുന്ന ആളാണ്. സ്വാഭാവികമായി ദേവസ്വം ബോർഡിന്റെ ശമ്പളം കൈപ്പറ്റുന്ന ആൾ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട അഴിമതി അറിയാമായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട കൊള്ള അറിയാമായിരുന്നു എന്ന സൂചനകൾ നേരത്തെ തന്നെ മൊഴിയായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മറച്ചുവെച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിച്ചത്, ഒരുപക്ഷെ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗം കൈപ്പറ്റിയില്ല എങ്കിൽ പോലും ഇതിൽ വിജിലൻസ് കേസുകൾ പ്രകാരം കുറ്റക്കാരനാണ്. സർക്കാർ ശമ്പളം വാങ്ങുന്ന, ദേവസ്വം ബോർഡിന്റെ ശമ്പളം വാങ്ങുന്ന വ്യക്തിയായിരുന്നു കണ്ഠരര് രാജീവർ. അതുകൊണ്ട് തന്നെ ആ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ കൂടി കണ്ഠരര് രാജീവർക്കെതിരെ നിലനിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോടതിയിലേക്ക് കൊണ്ടുപോയി റിമാൻഡ് റിപ്പോർട്ടിൽ വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് അത് ഏറ്റവും നിർണായകമായ, ഒരുപക്ഷെ സമീപകാലത്ത് നിരവധി അറസ്റ്റുകൾ, ബ്യൂറോക്രാറ്റുകളുടെ അറസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും അറസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള സ്വർണ്ണക്കൊള്ള നടത്തിയ കൊള്ളക്കാരുടെ അറസ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ അറസ്റ്റ് എന്ന് പറയുന്നത് കണ്ഠരര് രാജീവരുടേതാണ്. കാരണം പല ഘട്ടങ്ങളിലും കണ്ഠരര് രാജീവർക്കെതിരെയുള്ള മൊഴി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഉണ്ടായിരുന്നു, മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.